സെൻസസ് മാർച്ച് 2027 വരെ നടക്കും. സെൻസസ് ഓഫീസർ ഉടൻ തന്നെ നിങ്ങളെ കാണുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങളുടെ മാതൃഭാഷയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മലയാളം എഴുതുക. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഭാഷകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഭാഷകളിൽ സംസ്കൃതം ഉൾപ്പെടുത്താൻ മറക്കരുത്. കാരണം നമുക്ക് സംസ്കൃതം സംസാരിക്കാൻ കഴിയില്ലെങ്കിലും ഓരോ ഹിന്ദുവും ദൈനംദിന പ്രാർത്ഥനകളിലും മന്ത്രങ്ങളിലും ശ്ലോകങ്ങളിലും പൂജകളിലും ആചാരങ്ങളിലും സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക. കഴിഞ്ഞ സെൻസസ് പ്രകാരം രാജ്യത്തുടനീളം സംസ്കൃതം സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം 2 ലക്ഷം മാത്രമാണ്. എന്നാൽ രാജ്യത്ത് ആരും സംസാരിക്കാത്ത അറബിക്, പേർഷ്യൻ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം 1 കോടിയിൽ കൂടുതലാണ്. 15 കോടി ആളുകൾ വീട്ടിൽ ഉറുദു സംസാരിക്കുന്നു. ആ സംഖ്യയെ അടിസ്ഥാനമാക്കി അവർക്ക് സർക്കാർ ഗ്രാന്റുകളും പിന്തുണയും ലഭിച്ചു. സംസ്കൃതം നഷ്ടപ്പെട്ട ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, പുരാണങ്ങൾ മുതലായവ പ്രസിദ്ധീകരിക്കുന്നത് നിർത്തും. നമ്മുടെ സാംസ്കാരിക വേരുകളിൽ നിന്ന് നാം വിച്ഛേദിക്കപ്പെടും. ഒടുവിൽ നമ്മുടെ ആരാധനാ രീതികൾ നിലയ്ക്കും. നമ്മുടെ ഉത്സവങ്ങൾ കാതുകൾക്ക് മാരകവും ശബ്ദായമാനവുമായ DJ വായിക്കുന്നതിലേക്ക് ഒതുങ്ങും. സംസ്കൃതം ഇന്ത്യയിലെ ഏറ്റവും പുരാതനവും ഇന്ത്യൻ ഭാഷകളുടെ മാതാവുമാണ്. ലളിതവും മനോഹരമായ ഭാഷ. സംസ്കൃത ഭാഷയെ ജീവനോടെ നിലനിർത്തുക നമ്മുടെ എല്ലാവരുടെയും പ്രഥമവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ്. സംസ്കൃതം വംശനാശ ഭീഷണി നേരിടുന്നതായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അതിന്റെ വികസനത്തിനും വികാസത്തിനും സർക്കാർ ധനസഹായമോ പിന്തുണയോ ഉണ്ടാകില്ല. നമുക്കത് എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം. നമ്മുടെ ബോധപൂർവമായ ശ്രമങ്ങൾക്ക് മാത്രമേ സംസ്കൃതത്തെ സജീവമായി നിലനിർത്താൻ കഴിയൂ. നമുക്ക് ആത്മാഭിമാനമില്ലെങ്കിൽ ആർക്കും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല.